അയോധ്യയ്ക്ക് ശേഷം ഇപ്പോൾ ഉത്തർപ്രദേശ് മനോഹരമായ കാഴ്ചകൾ കൊണ്ട് നിറയുകയാണ്. മത സാഹോദര്യത്തിന്റെ മനോഹരമായ കാഴ്ചകൾ. അത്തരത്തിലൊരു കാഴ്ച കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായി. രാമചരിതമാനസ് ആലപിക്കുന്ന ഒരു മുസ്ലിം യുവാവ്. ഈ യുവാവ് രാമചരിതമാനസ് ആലപിച്ചത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് മുന്നിൽ. ഗോരഖ്പൂരിൽ നടന്ന ഡിവൈൻ ആർട്ട് ആൻഡ് സ്കിൽ എക്സിബിഷനിലാണ് ഒരു മുസ്ലിം യുവാവ് രാമചരിതമാനസ് ആലപിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ യുവാവിന്റെ ആലാപന വീഡിയോ വൈറലാണ്. ഇതിനു പിന്നാലെ നിരവധി അഭിനന്ദന കുറിപ്പുകളാണത്രേ വരുന്നത്. രാജ്യത്തെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന യുവാവിനെ കമന്റുകൾ കൊണ്ട് നിരവധി പേരാണ് അഭിനന്ദിക്കുന്നത്. ഡിവൈൻ ആർട്ട് ആൻഡ് സ്കിൽ എക്സിബിഷനിലെ തന്റെ സ്റ്റാൾ സന്ദർശിക്കാനായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തിയപ്പോഴാണ് യുവാവ് രാമചരിതമാനസ് ആലപിക്കാനായി സമയം ചോദിച്ചത്. പിന്നീട് രാമചരിതമാനസ് ചൊല്ലിക്കേൾപ്പിക്കുകയായിരുന്നു. വളരെ മനോഹരമായി എന്ന് പറഞ്ഞ് യോഗിയും ചുറ്റുമുള്ളവരും കയ്യടികളോടെയാണ് യുവാവിനെ പ്രശംസിച്ചത്. ബീഹാറിൽ ഒരു മുഹമ്മദ് ഇസ്മായിൽ ഉണ്ട്. മത സാഹോദര്യത്തിന്റെ മാതൃകയാണ് അദ്ദേഹവും. ബീഹാറിലെ പട്നയിലെ മസൗർഹി നിവാസിയാണ് മുഹമ്മദ് ഇസ്മായിൽ. ഇദ്ദേഹം കഴിഞ്ഞ 15 വർഷമായി ക്ഷേത്രങ്ങളിൽ രാമചരിതമാനസ് പാരായണം ചെയ്യുന്നു. മസൗർഹിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലുള്ള ഛാട്ട ഗ്രാമത്തിലാണ് മുഹമ്മദ് ഇസ്മായിലിന്റെ താമസം. ഗ്രാമത്തിൽ ഹിന്ദു കുടുംബങ്ങളുടെ എണ്ണം കൂടുതലാണ്. 6 മുസ്ലിം കുടുംബം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഇസ്മായിലിന് ഹിന്ദു വിശ്വാസങ്ങളിലും പുരാണങ്ങളിലും അഗാധമായ അറിവുണ്ട്. ശ്രീരാമ ജാനകി ക്ഷേത്രം ഗ്രാമത്തിലെ പ്രധാന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായി മുഹമ്മദ് ഇസ്മായിലാണ് രാമചരിതമാനസ് ചൊല്ലുന്നത്. ഹിന്ദു സഹോദരങ്ങൾ ഭജന കീർത്തനം അവതരിപ്പിക്കുന്നത് കണ്ടാണ് ക്ഷേത്രത്തിൽ മുഹമ്മദ് ഇസ്മായിൽ പതിവായി എത്താൻ തുടങ്ങിയത്. അദ്ദേഹം അവിടെ ഇരുന്ന് കീർത്തനത്തിൽ മുഴുകി. ക്രമേണ അദ്ദേഹം രാമചരിതമാനസ് പാരായണം ചെയ്യാൻ തുടങ്ങിയത്രേ. മുഹമ്മദ് ഇസ്മായിൽ ഇല്ലാതെ അവിടെ നടക്കുന്ന ഏത് മതപരമായ ചടങ്ങും അപൂർണമാണ് എന്ന് ഗ്രാമവാസികൾ പറയുമ്പോൾ അവിടുത്തെ മതസൗഹാർദ്ദം എത്രമാത്രം മനോഹരമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. രാമചരിതമാനസ് ചൊല്ലുന്നതിൽ മുഹമ്മദ് ഇസ്മായിലിന്റെ കുടുംബത്തിന് എതിർപ്പില്ല. സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ മതമെന്നും നമ്മുടെ സഹോദരങ്ങൾ ഈ രീതി പിന്തുടർന്ന് ഐക്യത്തിന്റെ മാതൃകയായി മാറണമെന്നും അദ്ദേഹം പറയുന്നു. ഇനി മറ്റൊരു രാമഭക്തിയുടെ രാമചരിതമാനസിന്റെ ഒരു കഥ. രാമഭക്തിക്ക് അടുത്തപ്പോൾ മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എസ് ലക്ഷ്മി നാരായണൻ താൻ ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച ഭൂമിയും കെട്ടിടവും ബാങ്ക് നിക്ഷേപങ്ങളും ഉപയോഗപ്പെടുത്തിയത് ശ്രീരാമന്റെ കഥ പറയുന്ന രാമചരിതമാനസം പുസ്തക രൂപത്തിലാക്കാനാണ്. എന്തിനാണ് രാമചരിതമാനസം പുസ്തക രൂപത്തിലാക്കാൻ ഇത്രയും തുക ചിലവഴിച്ചത് എന്ന് ചോദിച്ചാൽ ഏറെ ശ്രദ്ധാപൂർവ്വം നിർമ്മിച്ചെടുക്കുന്ന ഒരു പുസ്തകമായിരിക്കണം അതെന്നും ഒരു അമൂല്യ ശില്പത്തെ പോലെ വിലമതിക്കാനാവാത്തതാകണമെന്നുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. രാമചരിതമാനസത്തിലെ ഏടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ചെമ്പ് ലോഹം ഉപയോഗിച്ചാണ്. 10,902 വരികൾ അടങ്ങിയതാണ് രാമചരിതമാനസം എന്ന കാവ്യം. മരതക കല്ലുകൊണ്ടുള്ള പേന 24 കാരറ്റ് സ്വർണ്ണപാനീയത്തിൽ മുക്കിയെടുത്താണ് വരികൾ ചെപ്പേഡിൽ ആലേഖനം ചെയ്തത്. ഈ ഭ്രാന്തമായ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഏകദേശം 140 കിലോ ചെമ്പും 5 മുതൽ 7 കിലോഗ്രാം വരെ സ്വർണവും ഉപയോഗിക്കേണ്ടി വന്നു. മറ്റു ലോഹങ്ങളും പേജിൽ അലങ്കാര പണികൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രാമചരിതമാനസം എന്ന പുസ്തകത്തിന്റെ ഭാരം 151 കിലോഗ്രാം ആണ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് രാമചരിതമാനസം ഉൾപ്പെടെയുള്ള പുരാണ ഗ്രന്ഥങ്ങൾക്ക് ആവശ്യക്കാർ ഏറി വന്നിരുന്നു. ഹനുമാൻ ചാലിസ, ശ്രീമദ് ഭഗവത്ഗീത തുടങ്ങിയവയ്ക്കും ആവശ്യക്കാർ ഏറുന്നതായിട്ടായിരുന്നു വിവരം. കഴിഞ്ഞ 50 വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് പുരാണ ഗ്രന്ഥങ്ങൾ ഇത്രയധികം വിറ്റുതീരുന്നത് എന്നും ഗോരഖ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗീതാ പ്രസ് അധികൃതർ അറിയിച്ചിരുന്നു. രാമചരിതമാനസിന്റെ മുഴുവൻ സ്റ്റോക്കുകളും തീർന്നു. ആവശ്യക്കാർക്കനുസരിച്ച് പുതിയത് അച്ചടിച്ചിറക്കാനുള്ള തീരുമാനത്തിലായിരുന്നു പ്രാണപ്രതിഷ്ഠാ വേളയിൽ ഗീതാ പ്രസിന്റെ അധികൃതർ. എന്തായാലും രാമചരിതമാനസം എന്ന് പറഞ്ഞാൽ അത് രാമന്റെ കഥ പറയുന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന് ആവശ്യക്കാർ ഏറുന്നു എന്ന് പറഞ്ഞാൽ അത് രാമനിലുള്ള അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും തന്നെയാണ് പ്രകടമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.